മുണ്ടക്കൈ ടൗൺഷിപ്പിന് വീടിന് വിള്ളലുണ്ടായിട്ടില്ല എന്ന് റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രതികരണം. മേൽക്കൂരയിൽ വെള്ളം കിനിഞ്ഞു വന്ന പാടുണ്ട്. വീട് കൈമാറിയിട്ട് പ്രശ്നം വന്നാലാണ് ഗൗരവം. താമസിക്കാൻ തുടങ്ങിയ ശേഷം പ്രശ്നങ്ങൾ വന്നാൽ ഊരാളുങ്കൽ സമാധാനം പറയേണ്ടി വരും. അത് സർക്കാരിന്റെ ഗ്യാരണ്ടിയാണ് എന്ന് മന്ത്രി പറയുന്നു. പരാതി ഉയർന്ന വീട് മന്ത്രി നേരിട്ടെത്തി പരിശോധിച്ചു. വെള്ളം കിരിഞ്ഞു കാണുന്നു, അവിടെ അവർ അടയാളപ്പെടുത്തും. അടയാളപ്പെടുത്തിയതിന് ശേഷം അതിന്റെ മീതെ എങ്ങനെയാണ് വെള്ളം കിരിഞ്ഞ് ഇറങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു എക്സ്പോസി ട്രീറ്റ്മെന്റ് നടത്തും. ആ ട്രീറ്റ്മെന്റ് നടത്തിയതിന് ശേഷം വീണ്ടും അവിടെ വെള്ളം അടിക്കും. വെള്ളം വീണ്ടും കിരിയുന്നുണ്ടെങ്കിൽ വീണ്ടും അത് ക്യൂർ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം വെള്ളം കിരിയുന്നില്ല എന്ന് ഉറപ്പുവരുത്തി അതിന്റെ മീതെ വാട്ടർ പ്രൂഫിങ്ങും നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള കോൺക്രീറ്റിംഗ് നടത്തും. അത് കഴിഞ്ഞിട്ടാണ് അവിടെ ആളെ താമസിപ്പിക്കുക. താമസിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടായാൽ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലാണെങ്കിൽ എന്ത് ചെയ്യും? അവന്റെ ചെവിട് പിടിക്കും, പണിതവന്റെ. ആ ചെവിട് പിടുത്തം ഗവൺമെന്റും തുടരും. അത്രേ ഉള്ളൂ. ഊരാളുങ്കൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകിയതാണ്. അത് തന്നെയാണ് മന്ത്രിയും ആവർത്തിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ ഈ വ്യക്തമായ ചിത്രത്തിൽ കാണുന്നത് പേന കൊണ്ട് മാർക്ക് ചെയ്തതാണ് വ്യക്തമായി കാണുന്നത്. അതിന്റെ ഉള്ളിലാണ് ശരിക്കും നനഞ്ഞ വെള്ളം ഇറങ്ങിയ ഭാഗം. മന്ത്രി ആ സാൻഡ് പേപ്പർ വെച്ച് ഉരയ്ക്കുമ്പോൾ ഈ മാർക്ക് ചെയ്തത് മായുന്നുണ്ട്, പക്ഷെ അതിന്റെ നടുക്ക് ഒരു നനവ് വന്ന ഒരു പോലെ കാണാം. ആ ഭാഗമാണ് യഥാർത്ഥത്തിൽ ലീക്ക് എന്ന് പറയുന്ന ഭാഗം. അതാണ് മന്ത്രിയും ഊരാളുങ്കൽ അധികൃതരും ഒക്കെ വിശദീകരിക്കുന്നത്. അത് ചൂട് കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ്, അത് കോൺക്രീറ്റ് സ്ലാബിലെ വിള്ളലല്ല എന്നാണ് മന്ത്രിയും വിശദീകരിക്കുന്നത്. അത് ഇവരുടെ ക്വാളിറ്റി ചെക്കിങ്ങിന്റെ ഭാഗമായി കണ്ടെത്തിയതാണ്. ആ പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ച ശേഷമേ കൈമാറുകയുള്ളൂ.